ഇന്ന് നമ്മളിവിടെ വിശദീകരിക്കാൻ പോണത് ജ്യോതിഷത്തിൽ സർപ്പബാധയും പരിഹാരങ്ങളും. അതാണ് നമ്മളിവിടെ വിശദീകരിക്കാൻ പോകുന്നത്. പ്രകൃതിയിലെ ജീവജാലങ്ങളിൽ ഏറ്റവും കൂടുതൽ സർപ്പത്തിനാണ് ദൈവീകവും ആത്മീയവും ശാസ്ത്രീയവും ജ്യോതിഷപരവുമായി ബന്ധമുള്ളത്. ജ്യോതിഷത്തിൽ സർപ്പത്തെ രണ്ട് വിഭാഗമായി തിരിച്ചിരിക്കുന്നു. ഉത്തമ സർപ്പങ്ങളെന്നും നീച സർപ്പങ്ങളെന്നും. നാഗരാജനെയാണ് ഉത്തമ സർപ്പമായി കണക്കാക്കുന്നത്. മറ്റുള്ളവ നീച സർപ്പം. മറ്റ് എല്ലാ കാറ്റഗറിയിലും പെടുന്ന നീച സർപ്പം. നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന മൂർഖൻ പാമ്പിനെയാണ് നാഗരാജാവായി കണക്കാക്കുന്നത്. സർപ്പങ്ങൾ മൂലം ഉണ്ടാകുന്ന ബാധയാണ് സർപ്പബാധ. സർപ്പബാധ സർപ്പദംശനം പോലെ ഭീകരവും ഭൗതികമായ വിഷമങ്ങളും ഉണ്ടാക്കുന്ന സംഗതികളല്ല. എന്നാൽ അത് അനുഭവത്തിൽ കൂടി കഷ്ടതകൾ ഉണ്ടാക്കുന്നു. ഇത് രണ്ടു വിധത്തിൽ സംഭവിക്കുന്നതായി പറയപ്പെടുന്നു. മനുഷ്യർ പൂർവജന്മത്തിലും ഈ ജന്മത്തിലും ചെയ്തു പോയ പാപങ്ങൾ മൂലം ഈ ജന്മത്തിൽ അനുഭവപ്പെടുന്ന ദുരിതങ്ങൾ, നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന സർപ്പങ്ങൾക്ക് മനുഷ്യർ വരുത്തി വയ്ക്കുന്ന ദ്രോഹങ്ങൾ നിമിത്തം, സർപ്പങ്ങൾ മനസ്സെരിഞ്ഞ് പുറപ്പെടുവിക്കുന്ന ശാപങ്ങൾ ആണ് സർപ്പബാധയായി വരുന്നത്. പണ്ട് സർപ്പക്കാവുകൾ ഉണ്ടാക്കി നാഗ ആരാധനയ്ക്ക് ചിട്ടയും ക്രമവും ഏർപ്പെടുത്തിയിരുന്നു. അങ്ങനെ ശിലാവിഗ്രഹങ്ങൾ സ്ഥാപിച്ച ആരാധന തുടങ്ങി. അവിടെ നമ്മുടെ നിവേദ്യവും വഴിപാടുകളും ഒക്കെ അർപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഭക്ഷണ വസ്തുക്കളെ ഭക്ഷിക്കാൻ എലികള് എത്തുമായിരുന്നു. അപ്പൊ ഈ എലികളെ പിന്തുടർന്ന് ഈ നാഗങ്ങള്, പാമ്പുകള് അവിടെ എത്തി ഈ എലിയെ പിടിച്ച് ഭക്ഷിക്കുകയും എലിമാളങ്ങൾ ഇവര് താവളമാക്കുകയും ചെയ്തു. അങ്ങനെ കാവുകളിൽ കാണപ്പെട്ട നിരുപദ്രവകാരികളായ സർപ്പങ്ങളെ നമ്മൾ നിവേദ്യം അതും കൊടുത്ത് ആരാധിച്ചു പോകുന്നു. അങ്ങനെ സർപ്പങ്ങളെ ആളുകൾ ഉപദ്രവിക്കാതെ ഭയഭക്തി ബഹുമാനത്തോടെ ആരാധിച്ചു പോകുന്നു. കാലാന്തരത്തിൽ കാവിലെ മരങ്ങൾ മുറിച്ചു മാറ്റുകയും സ്ഥലങ്ങൾ കയ്യേറുകയും ചെയ്തു. കാവുകൾ നശിപ്പിച്ചവർക്ക് പാപബോധവും ദുരിതങ്ങളും വന്നു ചേർന്നു. ഇത്തരം സർപ്പശാപങ്ങൾ മൂലം സന്തതി പരമ്പരകൾക്ക് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നു. കുടുംബത്തിൽ വിവാഹങ്ങൾ വൈകുക, വിവാഹ ജീവിതം തകരുക, സന്താനങ്ങൾ ഉണ്ടാകാതെ വരിക, സന്താനങ്ങൾ ഉണ്ടായാൽ തന്നെ അംഗവൈകല്യങ്ങൾ ഉണ്ടാവുക, അപ്രതീക്ഷിതമായോ അകാരണമായോ അപകടങ്ങൾ ഉണ്ടാകുക, അകാല മൃത്യു, അപമൃത്യു എന്നിവ സംഭവിക്കുക, മാനസിക രോഗങ്ങൾ വരിക, ധർമ്മരോഗങ്ങൾ വിട്ടുമാറാതെ വരിക തുടങ്ങിയവയാണ് സർപ്പ ശാപമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾ. ഈ വിശദീകരിച്ച ദുരിതങ്ങൾ പരമ്പരയായി പിന്തുടരുന്നു എങ്കിൽ ഒരു നാഗപ്രതിഷ്ഠയും നാഗ ആരാധനയുമുള്ള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പരിഹാരങ്ങൾ നടത്തേണ്ടതാണ്. ജാതകത്തിലും പ്രശ്നത്തിലും രാഹുവിന്റെ സ്ഥിതിയാണ് വ്യക്തിക്കും കുടുംബത്തിനും സർപ്പബാധ ഉണ്ടോ എന്ന് അറിയുന്നത്. ജാതകത്തിൽ രാഹു ഗുളികനുമായി യോഗം ചെയ്ത് നിന്നാൽ, ഏതെങ്കിലും ഭാവത്തിലെ രാശിയിൽ നിന്നാൽ സർപ്പബാധ. രാഹു ഗുളികന്റെ 5ലോ 7ലോ നിന്നാൽ സർപ്പബാധ. രാഹുവിന്റെ കേന്ദ്രത്തിൽ, അതായത് രാഹു നിൽക്കുന്നിടത്ത് പിന്നെ 4, 7, 10 നിന്നാൽ, ചൊവ്വ നിന്നാൽ സർപ്പബാധ. രാഹു വൃശ്ചികത്തിൽ പാപദൃഷ്ടിയോടെ നിന്നാൽ സർപ്പബാധ. പ്രശ്നത്തിലാണെങ്കിൽ രാഹുവിന്റെ ആരൂഢത്തിന്റെ 4, 6, 7, 8, 10, 12 എന്നീ ഭാവങ്ങളിൽ നിന്നാൽ സർപ്പബാധ. വ്യാഴം ബാധയാധിപനായി 12, 6, 8 ഇവിടെ സർപ്പ കേന്ദ്രത്തിൽ നിന്നാൽ സർപ്പബാധ.
ഇങ്ങനെയുള്ള രാഹുവിന് രവി യോഗം വന്നാൽ അല്ലെങ്കിൽ രവിയുടെ ദൃഷ്ടി വന്നാൽ അത് ഉത്തമ സർപ്പമായി കണക്കാക്കുന്നു. ചന്ദ്രന്റെ ദൃഷ്ടി യോഗവുമാണ് വരുന്നതെങ്കിൽ അത് നീചസർപ്പമായി കണക്കാക്കുന്നു. ദുരിത കാഠിന്യം അനുസരിച്ച് പരിഹാരങ്ങൾ ചെയ്യണം. ജീർണോദ്ധാരണം, രാഹുമന്ത്ര ജപം, സർപ്പപ്പാട്ട്, നൂറും പാലും, ആയില്യം പൂജ, രാഹു പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ രാഹു പുഷ്പാഞ്ജലി എന്നിവയാണ് പരിഹാരങ്ങളായി കണക്കാക്കുന്നത്. ഇക്കാലത്ത് ജീർണോദ്ധാരണം വളരെ ചുരുക്കമേ ചെയ്യാറുള്ളൂ. താമസിക്കുന്ന സ്ഥലത്തെ പറമ്പിൽ സർപ്പപ്രതിഷ്ഠയും സർപ്പ ആരാധനയും ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ക്രമമായിട്ട് ഒന്നും ചെയ്യുന്നില്ലെങ്കിലും സർപ്പബാധ വരും. അപ്പോൾ അതിനെ അങ്ങനെയുള്ള സർപ്പത്തിനെ ആവാഹിച്ച് കൊണ്ടുപോകുന്നതാണ് ഇപ്പോഴത്തെ പതിവ്. ഇതൊക്കെയാണ് സർപ്പ ദുരിതങ്ങളും അതിൻ്റെ പരിഹാരങ്ങളുമായി നമ്മൾ നിങ്ങളുടെ ഈ ചാനൽ മുഴുവനായി കാണാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളോ ഉപദേശങ്ങളോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ അതിന് പരിഹാരങ്ങളും ഉപദേശങ്ങളും മറ്റും തരുന്നതായിരിക്കും. നമസ്തേ.